ഹേ രാജു, ഈ ജീൻ എഡിറ്റിംഗ് കേട്ടിട്ടുണ്ടോ? രസതന്ത്രത്തിൽ നോബൽ സമ്മാനം കിട്ടിയത്രേ. ഹേയ് രാധേ, ജീനോ? അതിനെ കണ്ണുകൊണ്ട് കാണാൻ പോലും പറ്റില്ലല്ലോ. എന്നിട്ട് അതെങ്ങനെ എഡിറ്റ് ചെയ്യാനാ? നമ്മുടെ ഫോട്ടോ എഡിറ്റ് ചെയ്യുന്നത് പോലെ എളുപ്പമാണോ ഇത്? അതല്ല രാജു, ഇത് DNA-യിലെ ജീനുകളിൽ മാറ്റം വരുത്തുന്ന പരിപാടിയാണ്. ക്രിസ്പർ കാസ്9 എന്നൊരു സാങ്കേതികവിദ്യ കണ്ടുപിടിച്ചതിനാണ് സമ്മാനം കിട്ടിയത്. ക്യാൻസർ മുതൽ കീടങ്ങളെ പ്രതിരോധിക്കുന്ന വിളകൾ വരെ ഉണ്ടാക്കാൻ ഇത് സഹായിക്കും പോലും. ഓഹോ, അപ്പൊ ഇനി കീടനാശിനി അടിക്കാതെ തന്നെ കീടങ്ങളെ പേടിയില്ലാത്ത പാവയ്ക്ക ഉണ്ടാക്കാമെന്നാണോ? എന്റെ അമ്മയ്ക്ക് ഒരു രക്ഷയുമില്ലാതെ പാവയ്ക്ക ഉണ്ടാക്കാം. ഏകദേശം അതുപോലൊക്കെ തന്നെ. ഇതൊക്കെ മനസ്സിലാക്കാൻ ആദ്യം DNA എന്താണെന്ന് അറിയണം. ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും ചേർന്ന് ഇതിനൊരു ചുറ്റുകോണി മാതൃകയുണ്ടെന്ന് കണ്ടുപിടിച്ചു. റോസ്ലിൻ ഫ്രാങ്ക്ലിൻ എടുത്ത എക്സ്റേ ചിത്രമാണ് ഇതിന് സഹായിച്ചത്. ഫോട്ടോ 51-ൽ ഒരു DNA ഗോണി. അപ്പോ ഇതിന് പടികളുണ്ടോ രാധേ? ഞാൻ വിചാരിച്ചു നമ്മൾ കോണിപ്പടി കയറുന്നത് പോലെയാണെന്ന്. സത്യം പറഞ്ഞാൽ പടികൾ പോലെയുണ്ട്. പഞ്ചസാര, ഫോസ്ഫേറ്റ്, പിന്നെ 4 തരം നൈട്രജൻ ബേസുകൾ: അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. ഇതൊക്കെ ചേർന്നാണ് DNA ഉണ്ടാക്കുന്നത്. ഈ DNAക്ക് എത്ര നീളമുണ്ടാകും? എന്റെ കണക്ക് പുസ്തകത്തിലെ ഒരു പേജ് നിറയെ എഴുതാനുണ്ടോ? അതിനേക്കാൾ നീളമുണ്ട്. ഒരു ക്രോമസോമിലെ DNA-ക്ക് ഏകദേശം 2 ഇഞ്ച് നീളമുണ്ടാകും. നമ്മുടെ ശരീരത്തിലെ 46 ക്രോമസോമുകളിലെ DNA-കൾ ചേർന്നാൽ ഏകദേശം 6 അടി നീളം വരും. എന്റെ പൊന്നോ, 6 അടി DNA ഒരു കുഞ്ഞൻ കോശത്തിൽ എങ്ങനെ ഒതുക്കി വെക്കും? ഇത് നമ്മുടെ വീട്ടിലെ അലക്കിയ തുണികൾ അലമാരയിൽ വെക്കുന്നതിനേക്കാൾ പാടാണല്ലോ. അവിടെയാണ് ഹിസ്റ്റോൺ പ്രോട്ടീനുകളുടെ മാജിക്ക്. DNA ഹിസ്റ്റോണുകളെ ചുറ്റി ന്യൂക്ലിയോസോമുകൾ ഉണ്ടാക്കുന്നു. ഈ ന്യൂക്ലിയോസോമുകൾ വീണ്ടും ചുരുണ്ടുകൂടിയാണ് ക്രോമസോമുകളാകുന്നത്. അപ്പൊ നമ്മുടെ ശരീരത്തിലെ എല്ലാ കാര്യങ്ങളും ഈ DNA എന്ന ബയോഡയറക്ടറാണോ തീരുമാനിക്കുന്നത്? അതേ, ക്രോമസോമുകളാണ് നമ്മുടെ സ്വഭാവ സവിശേഷതകൾ തീരുമാനിക്കുന്നത്. മനുഷ്യർക്ക് 22 ജോഡി സ്വരൂപ ക്രോമസോമുകളും 1 ജോഡി ലിംഗനിർണയ ക്രോമസോമുകളുമുണ്ട്. സ്ത്രീകൾക്ക് XX-ഉം പുരുഷന്മാർക്ക് XY-യും. Y ക്രോമസോമിലെ SRY ജീനാണ് ആൺകുട്ടികളെ ആൺകുട്ടികളാക്കുന്നത്. ഹോഹോ, അപ്പൊ എന്റെ ഈ ചാട്ട സ്വഭാവം എന്റെ DNA-യുടെ കുഴപ്പമാണല്ലേ? രാധേ, നിനക്ക് X ക്രോമസോം 2 എണ്ണമല്ലേ ഉള്ളൂ? അതാണോ നിന്റെ ഈ അടക്കമുള്ള സ്വഭാവത്തിന് കാരണം? എന്റെ സ്വഭാവത്തിന് DNA മാത്രമൊന്നുമല്ല കാരണം. ചിലപ്പോൾ DNA-യിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. ടേണർ സിൻഡ്രോം, ക്ലൈൻഫെൽട്ടർ സിൻഡ്രോം എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഇതൊക്കെ വ്യത്യസ്ത ജനിതക ഘടനകൾ കൊണ്ടുവരുന്ന കാര്യങ്ങളാണ്. എല്ലാം ഈ ജീനിന്റെ കളിയാണല്ലേ? ഈ ജീനുകൾക്ക് എന്താ പണി? ജീനുകൾ പ്രോട്ടീനുകളെ ഉണ്ടാക്കാൻ നിർദ്ദേശം കൊടുക്കും. ഈ പ്രോട്ടീനുകളാണ് നമ്മുടെ രൂപവും സ്വഭാവവും എല്ലാം തീരുമാനിക്കുന്നത്. പ്രോട്ടീൻ ഉണ്ടാക്കാൻ DNA കൂടാതെ RNA എന്നൊരു സാധനം കൂടിയുണ്ട്. RNA ഒറ്റ ഇഴയുള്ള ഒരു DNA സഹോദരനെ പോലെയാണ്. അപ്പോ അച്ഛനമ്മമാരുടെ സ്വഭാവം മക്കൾക്ക് കിട്ടുന്നതും കിട്ടാത്തതും ഈ ജീനുകളുടെ വേലയാണോ? തീർച്ചയായും. മാതാപിതാക്കളുടെ സവിശേഷതകൾ മക്കളിലേക്ക് വരുന്നതിന് പാരമ്പര്യമെന്നും വ്യത്യാസങ്ങൾ വരുന്നതിന് വ്യതിയാനങ്ങളെന്നും പറയും. ഇതിനൊക്കെ കാരണം ഈ ജീനുകളാണ്. ഈ ജീനുകളെക്കുറിച്ച് ആദ്യമായി കണ്ടുപിടിച്ചത് ആരാവോ? ഒരു വലിയ ശാസ്ത്രജ്ഞനായിരിക്കുമല്ലേ? ഗ്രിഗർ ജോഹാൻ മെൻഡൽ എന്നൊരാളാണ് ജനിതകശാസ്ത്രത്തിന്റെ പിതാവ്. അദ്ദേഹം പയർച്ചെടികളിലാണ് പരീക്ഷണങ്ങൾ നടത്തിയത്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് പയറുകറി ഒരുപാട് ഇഷ്ടമായിരിക്കണം. പയർച്ചെടിയിൽ പരീക്ഷണങ്ങളോ? എന്തിനാവും? പയറ് നീളം വയ്ക്കുന്നതിനെക്കുറിച്ചോ പയറിന്റെ നിറത്തെക്കുറിച്ചോ? അതെ, നീളം, നിറം, വിത്തിന്റെ ആകൃതി എന്നിങ്ങനെ 7 പ്രത്യേക സ്വഭാവങ്ങളെക്കുറിച്ചായിരുന്നു പരീക്ഷണങ്ങൾ. ചില സ്വഭാവങ്ങൾ പ്രകടഗുണമായിരിക്കും, ചിലത് ഗുപ്തഗുണമായിരിക്കും. അതായത് ചില സ്വഭാവങ്ങൾ ആദ്യ തലമുറയിൽ പുറത്തുവരും, ചിലത് ഒളിച്ചിരിക്കും, എന്നിട്ട് അടുത്ത തലമുറയിൽ ചിലപ്പോൾ പ്രത്യക്ഷപ്പെടും. അപ്പോ എന്റെ ഉറക്കം തൂങ്ങിയ സ്വഭാവം ഒരു ഗുപ്തഗുണമാണോ രാധേ? അച്ഛനും അമ്മയ്ക്കും ഉറക്കമില്ലായിരുന്നു. ആയിരിക്കാം രാജു. ഈ ജനിതകശാസ്ത്രം ഒരുപാടങ്ങ് രസകരമല്ലേ?